ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ബികോമിനും എംകോമിനും നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതല്ലേ. ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ എംകോമിൽ പഠിക്കുന്നത്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ +1 +2 മുതൽ തന്നെ ഈ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ടല്ലേ. പലതരത്തിലുള്ള അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബികോമിലാണെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് കമ്പനീസിൻ്റെ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്, കമ്പനീസ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പനീസിൻ്റെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് പുറമെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാം വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ അതൊന്നുകൂടെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ, ഒരു കമ്പനി ലാസ്റ്റ് ഒരു ഇയർ എൻഡിങ്ങിൽ അതിൻ്റെ എല്ലാ അക്കൗണ്ട്സും ചെക്ക് ചെയ്ത് അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ഷീറ്റൊക്കെ. അതെന്തിനാണ്? ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നാണ്. ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഒരു കമ്പനിയല്ല ഒന്നിൽ കൂടുതൽ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. ഈ ഒരു വേൾഡിൽ കമ്പനീസിനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് എല്ലാ ഫേംസും. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചില ഫേംസ് എന്ത് ചെയ്യും, മറ്റുള്ള ബിസിനസ് യൂണിറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിലൂടെ അവർക്ക് ആ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുമിച്ച് ഒരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യും, പല കമ്പനീസും മെർജ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ കൂടിച്ചേരുന്നു, എന്നിട്ട് അവരൊരു പുതിയ കമ്പനിയായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള ആ രണ്ട് കമ്പനീസിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ രണ്ട് കമ്പനീസിൻ്റെയും കൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നതാവാം, അല്ലെങ്കിൽ രണ്ട് കമ്പനീസും കൂടെ അവരുടെ സമ്മതത്തോടു കൂടി മെർജ് ചെയ്ത് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനാവാം. ഇതിനെല്ലാം നമുക്ക് ബിസിനസ് കോമ്പിനേഷൻസ് എന്ന് പറയാം. ഇതിലൂടെ നമുക്ക് കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ടും നന്നായിട്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇങ്ങനെ ബിസിനസ് കോമ്പിനേഷൻ നടത്തുമ്പോൾ ആ രണ്ട് കമ്പനീസിനും കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്ക് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ആദ്യം നമ്മൾ നോർമലായിട്ട് രണ്ട് കമ്പനീസ് തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കും. അതിനുശേഷം അതിൽ ഓരോരോ ഐറ്റംസ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതൊരു വലിയ ചാപ്റ്ററാണ്, കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒരു 2-3 ടേംസ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു രണ്ട് കമ്പനീസ് തമ്മിൽ മെർജ് ചെയ്യും അല്ലെങ്കിൽ കൂടിച്ചേരുകയാണെന്ന് പറഞ്ഞില്ല. ഈ രണ്ട് കമ്പനീസിനും ഓരോ പേരുണ്ട്, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനീനെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു കമ്പനീൻ്റെ ഷെയർസ് കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത്, ആ കമ്പനീനെ നമ്മൾ എന്ത് പറയും, ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. അങ്ങനെ ആ ഹോൾഡിംഗ് കമ്പനി പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കമ്പനീനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയും. ഈ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ തിയററ്റിക്കലായിട്ട് ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ഇത് രണ്ടും എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും എന്താണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് നോക്കാം. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. സെക്ഷൻ കൂടെ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 46 അതിലാണ് ഹോൾഡിംഗ് കമ്പനീനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഹോൾഡിംഗ് കമ്പനി? ഈസ് എ കമ്പനി ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഓണിംഗ് എയ്തർ ദ ഹോൾ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ എ മെജോറിറ്റി ഓഫ് ഷെയർസ് ഇൻ അതർ കമ്പനീസ്. ഇറ്റ് ഹെൽപ്സ് ടു അക്വയർ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ സച്ച് കമ്പനീസ്. എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? മറ്റൊരു കമ്പനിയുടെ ഹോൾ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഷെയർസും ഈ കമ്പനി ആയിരിക്കും ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൈകളിലായിരിക്കും മെജോറിറ്റി ഓഫ് ഷെയർസും.
അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% ഷെയർസിലും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും ഷെയർസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ നമുക്ക് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാം. അതായത് മെജോറിറ്റി ഷെയർസ് ആരുടെ കയ്യിലാണ്? ഈ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൈകളിലാണ്. ഇങ്ങനെ ഷെയർസ് എടുക്കുന്നതിലൂടെ ആ കമ്പനിക്ക് ഒരു കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അതായത് നമ്മുടെ സബ്സിഡറി കമ്പനി ഉണ്ടാവുമല്ലോ, ഏതൊരു കമ്പനിയാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഷെയർസാണോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ കമ്പനിയുടെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഹോൾഡിംഗ് കമ്പനീനെ തന്നെ നമ്മൾ പാരൻറ്റ് കമ്പനി എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് സബ്സിഡറി കമ്പനീൻ്റെ മേലെ ഫുൾ കൺട്രോളും അധികാരവും ആർക്ക് തന്നെയാണ്? പാരൻറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ പാരൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സബ്സിഡറി കമ്പനി. നമ്മളീ ഹോൾഡിംഗ് കമ്പനി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഈ ഹോൾഡിംഗ് കമ്പനി ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കമ്പനിയാണ് നമ്മൾ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. ഈ സബ്സിഡറി കമ്പനീനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 87 പറഞ്ഞിരിക്കുന്നത്. ഈ സബ്സിഡറി കമ്പനീൻ്റെ മെജോറിറ്റി ഷെയർസ് അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് ഷെയർ ക്യാപിറ്റലും ആരുടെ കയ്യിലായിരിക്കും? ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ സബ്സിഡറി കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻ എല്ലാ കൺട്രോളും ആർക്കായിരിക്കും? ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. ഈ സബ്സിഡറി കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഹോൾഡിംഗ് കമ്പനിക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഹോൾഡിംഗ് കമ്പനി, എന്താണ് സബ്സിഡറി കമ്പനി എന്ന്? ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെജോറിറ്റി ഷെയർസും പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഇങ്ങനെ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കമ്പനീനെ നമ്മൾ സബ്സിഡറി കമ്പനി എന്നും പറയുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. Consolidated financial statements are financial statements of a group in which the assets, liabilities, equity, income, expenses and cash flows of the parent and its subsidiaries are presented as single economic statement. നമ്മൾ പറഞ്ഞു ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനി. ഈ ഹോൾഡിംഗ് കമ്പനീൻ്റെ മറ്റൊരു പേരാണ് പാരൻറ്റ് കമ്പനി. അങ്ങനെ ആ രണ്ട് കമ്പനീസിൻ്റെയും അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസസ്, ക്യാഷ് ഫ്ലോസ് എല്ലാം കൂടി നമ്മളൊരു സിംഗിൾ എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റായി കാണിക്കുന്നതിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് കമ്പനീസും കൂടി മെർജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്നതിന് മുമ്പായിട്ട് രണ്ട് പേർക്കും എന്തായിരിക്കും? സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലേ. ഇപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ അക്വയർ ചെയ്തു, അതായത് ഏറ്റെടുത്തതിന് ശേഷം അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും അസറ്റും ലയബിലിറ്റീസും എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? മെർജ് ചെയ്യുന്നു. രണ്ടും കൂടെ ചേർത്ത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ, ബി എന്ന് പറഞ്ഞ രണ്ട് കമ്പനീസാണുള്ളത്. എ എന്ന കമ്പനി ബി എന്ന കമ്പനീൻ്റെ മെജോറിറ്റി ഷെയർസും അക്വയർ ചെയ്തു, അതായത് ഒരു 75% ഷെയർസും അക്വയർ ചെയ്തു. അതിനർത്ഥം എന്താണ്? എ ഹോൾഡിംഗ് കമ്പനിയും ബി എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനിയുമാണ്. എക്ക് ബീൻ്റെ മേലെ എന്തുണ്ട്? ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ്ങിൽ എന്ത് ചെയ്യും? രണ്ട് കമ്പനീസിനും കൂടി ഒരു സിംഗിൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുക. അതായത് രണ്ട് പേരുടെയും അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ചൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിയറിറ്റിക്കലായിട്ട് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തിയറീസ് എക്സ്ട്രാ വരും. അപ്പോൾ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോവാം. ഇനി നമുക്കിതിൽ ഗുഡ് വില്ല്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അൺറിയലൈസ്ഡ് ലോസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അതിൻ്റെ കാൽക്കുലേഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. മെയിൻലി നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ 11 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ, അക്കൗണ്ടിങ് ഫോർ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ, റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, അക്കൗണ്ടിങ് ഫോർ ലീസസ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, മോഡേൺ കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം വീഡിയോയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്തൊന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ അതുകൂടെ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. മാനേജ്മെൻറ്റിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെയും വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്